ഹായ്, എൻ്റെ പേര് ജിസ്ന. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു എനിക്ക്, എന്നെക്കൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ആ ഒരു അഭിപ്രായം മാറിയത്. അതിന് വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ ആർക്കായാലും ജർമ്മൻ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഹായ്, എൻ്റെ പേര് ജിസ്ന. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. +2 കഴിഞ്ഞ് നേഴ്സിങ്ങിന് പോകാൻ തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ആ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അങ്ങനെ ഫ്ലാഗിൻ്റെ ഒരു ആഡ് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ എൻക്വയറി ചെയ്യുന്നത്. അങ്ങനെ 2023 ഫെബ്രുവരിയിൽ ഞാൻ എൻ്റെ ജർമ്മൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു എനിക്ക്, എന്നെക്കൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആ സമയത്തൊക്കെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ജർമ്മൻ ഭയങ്കര പാടാണ് പഠിക്കാനെന്ന്. അങ്ങനെ ഇവിടെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ആ ഒരു അഭിപ്രായം മാറിയത്. കാരണം ഇവിടുത്തെ ട്രെയിനേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്. അങ്ങനെ ക്ലാസ്സുമായിട്ടൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കംഫർട്ടബിളായി. അങ്ങനെ നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ ഒരാഗ്രഹവും അതോടൊപ്പം നല്ലൊരു ട്രെയിനിങ്ങും അതിന് വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ ആർക്കായാലും ജർമ്മൻ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളെന്ന് എനിക്ക് മനസ്സിലായി. ഫ്ലാഗ് അതിൻ്റെ ഓൺ അക്കാഡമിക് കരിക്കുലമാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ട്രെയിനിങ് മെത്തേഡ്സും ജർമ്മൻ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നു. ടെക്സ്റ്റ് ബുക്കിലുപരിയായിട്ട് എനിക്ക് ഒരുപാട് എക്സ്ട്രാ സെഷൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നേറ്റീവ് ജർമ്മൻ സ്പീക്കിങ്ങിലൂടെ എനിക്ക് എൻ്റെ ലാംഗ്വേജൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ലാംഗ്വേജ് നമുക്ക് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ലൊക്കേഷൻ ഫിക്സ് ചെയ്ത് അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു രീതികളായിട്ട് നമ്മൾ ജർമ്മനുമായിട്ട് അത് കമ്പയർ ചെയ്ത് പഠിക്കുന്ന ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ ട്രെയിനർ കൂടാതെ മറ്റുള്ള ട്രെയിനേഴ്സുമായിട്ട് സംസാരിക്കാൻ ഒരു 1-on-1 സ്പീക്കിംഗ് സെഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ ലൈബ്രറിയിൽ നമുക്ക് ഇഷ്ടംപോലെ ജർമ്മൻ ബുക്സ്, സ്റ്റോറീസ്, നോവൽസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എൻ്റെ ജർമ്മൻ ലാംഗ്വേജിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ നമുക്ക് ഫ്ലാഗിന് സ്വന്തമായിട്ട് തിയേറ്ററുണ്ട്. അവിടെ ഞങ്ങൾ ഇഷ്ടംപോലെ ജർമ്മൻ മൂവീസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്നെ എൻ്റെ ജർമ്മൻ ഭാഷ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളായിരുന്നു. നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൻ്റെ പ്രോസസ്സിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് B2 സർട്ടിഫിക്കറ്റ്. പക്ഷേ അങ്ങനെ നോക്കുമ്പം ഞാൻ എൻ്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ആവാൻ പോകുന്നതേ ഉള്ളൂ. എക്സാംസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടുമില്ല. പക്ഷേ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ എനിക്ക് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാനതിൽ ക്വാളിഫൈഡ് ആയി, കൺഫർമേഷനും കിട്ടി. ഇനി കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഞാൻ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത് ഫ്ലാഗിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ്. ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എനിക്ക് ഫ്ലാഗിൽ നിന്നും അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. ഈ ഒരു ത്രൂ ഔട്ട് ജേർണിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഈ ഒരു അച്ചീവ്മെൻറ്റിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ താങ്ക്സ് ടു ഫ്ലാഗ് ടീം.